بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان. الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان خلق الإنسان من صلصال كالفخار وخلق الجان من مارج من نار فبأي آلاء ربكما تكذبان رب المشرقين ورب المغربين فبأي آلاء ربكما تكذبان مرج البحرين يلتقيان. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ വലിയുല്ലാഹി മുഹമ്മദ് ഷരീഫ് മണാറക്കാട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആദ്യമായി തന്നെ വിശുദ്ധ ഗ്രന്ഥം ഖുർആൻ തിരഞ്ഞെടുക്കുന്നു. അതിൽ നിന്ന് തന്നെ ഏറ്റവും അനുയോജ്യമായ സൂറ റഹ്മാൻ ഉച്ചരിച്ചുകൊണ്ടാണ് ആ കർമ്മം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കേന്ദ്ര മന്ത്രിസഭയും തുടക്കം കുറിച്ചത് എന്ന യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളുക. ആ സത്യത്തെ നാം മറച്ചു വെക്കാതിരിക്കുക. ആ സത്യം ലോകത്തോട് നാം തുറന്നു പറയുക. ആരാണ് ഇവരെ ഇതിന് പ്രേരിപ്പിച്ചത്? തീർച്ചയായും അതിൻ്റെ പിന്നിൽ സർവശക്തനായ അല്ലാഹു, അല്ലെങ്കിൽ യഹോവ, അല്ലെങ്കിൽ ജഗദീശ്വരൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത്, എന്നെ നിയന്ത്രിക്കുന്നത് ദൈവമാണെന്ന്. ആ സത്യം വളരെ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ചെറിയ ഒരു ഭാഗം ഞാൻ നിങ്ങളെ കാണിക്കുകയും ആ റഹ്മാൻ സൂറത്തിൻ്റെ പരിഭാഷ നിങ്ങളെ മലയാളത്തിൽ ഞാൻ ഉച്ചരിച്ച് കേൾപ്പിക്കുകയും ചെയ്യുന്നു, ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുടെ ഉടമസ്ഥനുമായ സൃഷ്ടാവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കട്ടെ. അർ റഹ്മാൻ, അവൻ പരമകാരുണികനാണ്. അല്ലമൽ ഖുർആൻ, അവൻ ഖുർആനിലൂടെ നമ്മെ അറിവിൻ്റെ ലോകത്തേക്ക്, അഥവാ വിജ്ഞാനത്തിൻ്റെ ഉറവിടം അവൻ പകർന്നു തന്നു. ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. അല്ലമഹുൽ ബയാൻ, എന്നിട്ടവൻ മനുഷ്യർക്ക് സംസാരശേഷി നൽകപ്പെട്ടു. വശംസു വൽ ഖമറു ബിഹുസ്ബാൻ, തീർച്ചയായും അവൻ്റെ ഊർജ സ്രോതസ്സുകളുടെ ഭ്രമണപഥത്തിലൂടെയാണ് സൂര്യനും ചന്ദ്രനുമെല്ലാം ചലിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ
فبأي آلاء ربكما تكذبان. ഈ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ സത്യവിശ്വാസികളും അതേപോലെ സത്യനിഷേധികളും തള്ളിക്കളയുക? ഇവിടെ സത്യനിഷേധികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതര മതസ്ഥരെയല്ല എന്ന് നാം മനസ്സിലാക്കുക. സത്യത്തെ നിഷേധിക്കുന്നവർ, ദൈവത്തെ നിഷേധിക്കുന്നവർ, അക്രമികൾ, നിരീശ്വരവാദികൾ, അത്തരം ആളുകൾ ആരൊക്കെയാണോ അവരെല്ലാം ഉൾക്കൊള്ളുന്നതാണ് കാഫിർ. ആ സത്യത്തെയും ഇന്നത്തെ നാം ഇവിടെ കണ്ട സത്യത്തെയും ജീവിതത്തിൽ പകർത്തുകയും അത് ലോകത്തോട് വിജ്ഞാനമാക്കി പറയുകയും പ്രവർത്തിക്കുകയും ആ സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അതുകൊണ്ട് തന്നെ നാം ഇന്നത്തെ ഈ യാഥാർത്ഥ്യങ്ങളെ ലോകത്തേക്കു നാം എത്തിക്കുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് ശരിയായ ദർശനം നൽകുമാറാവട്ടെ.